ഖത്തർ ഭരണാധികാരി തമീം അൽത്താനിയെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ പതിവ് ആചാര രീതികളും തെറ്റിച്ച്, പ്രോട്ടോക്കോളൊക്കെ തെറ്റിച്ച് അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റിൻ്റെ അടുത്ത് പോയി സ്വീകരിച്ചു എന്ന് പറയുന്ന വാർത്ത ഇന്നലെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലും രാജ്യാന്തര ബന്ധങ്ങളിലുമൊക്കെ നമ്മൾ കാണുന്നതിനും കേൾക്കുന്നതിനും അപ്പുറത്തുള്ള ഒരുപാട് പരസ്പര ധാരണകളുടെ കാരണങ്ങളുണ്ട്. ആരെങ്കിലുമൊക്കെ കുറച്ചുപേർ എവിടെങ്കിലുമൊക്കെ ഇരുന്ന് വർഗീയതയോ വംശീയതയൊക്കെ പുലഭ്യം പറയുന്നതിനപ്പുറത്ത് അത്തരം താല്പര്യങ്ങളെ കണക്കിലെടുക്കാതെ ഒരു രാജ്യമെന്ന നിലയിൽ മുന്നോട്ട് പോകാനാവില്ല. അത് പറയുമ്പോൾ നമ്മുടെ മാത്യു സാമുവലിനെ പോലെയൊക്കെയുള്ള ഉപജീവന ജീവികൾ ഫിഫ വേൾഡ് കപ്പോടുകൂടി തകർത്ത് തരിപ്പണമാക്കി കടലിലൊഴുക്കി വിട്ട ഖത്തറിനെയാണ് അങ്ങനെ പോയി സ്വീകരിക്കേണ്ടി വരുന്നത് എന്നൊരു ചിന്ത എൻ്റെ ഹൃദയത്തിലും വന്നു. ഏതായാലും ഇത്തരം കാര്യങ്ങളിൽ അറിഞ്ഞിരിക്കേണ്ട ചില ധാരണകളും കാര്യങ്ങളുമുണ്ട്. രാജ്യങ്ങൾക്കിടയിലുള്ള നയതന്ത്ര ബന്ധങ്ങൾക്ക് സാധാരണ മനുഷ്യർ അറിയുന്നതിനപ്പുറം വിവിധങ്ങളായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾക്ക് പിന്നിൽ ഉഭയകക്ഷി കരാറുകളുടെ ധാരണകളുണ്ട്, സുരക്ഷാപരമായ വിഷയങ്ങളുണ്ട്, വ്യക്തിപരമായ ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്. പല രാഷ്ട്ര നേതാക്കൾക്കും മറ്റു പല രാഷ്ട്രങ്ങളിലും മൂലധന നിക്ഷേപമുണ്ട്. അത് സംരക്ഷിക്കാമെന്ന ഉറപ്പുകളുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ രാജ്യത്തിൻ്റെയും സ്പോൺസേഡ് മുതലാളിമാർക്ക് മറ്റൊരു രാജ്യം നൽകുന്ന സൗകര്യങ്ങളുടെയും ഹോസ്പിറ്റാലിറ്റിയുടെയും ഒക്കെ പരസ്പര ബന്ധങ്ങളൊക്കെ ഉണ്ട്. ഇത്തരം ചില വലിയ വലിയ കാര്യങ്ങൾ അറിയാതാണ് ചില കുഞ്ഞൻ വാൽമാക്രികൾ സാമൂഹ്യ മാധ്യമത്തിലൂടെ ഇരുന്ന് ഖത്തർ ഭീകര രാജ്യം, പിന്നെ എന്താണ് പറയുക, തമീം അൽത്താനി അങ്ങനെയുള്ള ആൾ, ഹമാസിൻ്റെ സ്വന്തം, മറ്റേയാൾ മറിച്ചയാളെന്നൊക്കെ പറഞ്ഞ് ഈ ഊളത്തരം പറയുന്നത് ഇതിൻ്റെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാത്ത ആളുകളാണ്. അത്തരം ബന്ധങ്ങളെ അവർ വളരെ ആരോഗ്യകരമായി നിലനിർത്തിക്കൊണ്ട് പോകും എന്ന് വിചാരിച്ച് ട്രംപുമായുള്ള ബന്ധം കൊണ്ട് ഈ രാജ്യത്തെ ക്രിസ്ത്യാനികളെല്ലാവരും സംരക്ഷിക്കപ്പെടുമെന്നോ അല്ലെങ്കിൽ സൗദി അറേബ്യയുമായുള്ള ബന്ധം കൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടുമെന്നോ അങ്ങനെയൊന്നും നിർബന്ധ ബുദ്ധി വിചാരിക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയത്തിൻ്റെ താല്പര്യങ്ങളാണ്. എങ്ങനെയാണ് ആ ടെമ്പോ ക്രിയേറ്റ് ചെയ്ത് അവരവർക്ക് ജയിക്കാൻ കഴിയുന്നത്, അതിൻ്റെ മാർഗ്ഗങ്ങൾ തേടുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്തരം ബന്ധങ്ങളെ അങ്ങനെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ഒരു സാധ്യത പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഇന്ത്യക്കുണ്ട്. അഫ്ഗാനിസ്ഥാനുമായുള്ളത് ഒരു പരിധി വരെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടെന്നുള്ളത്. പക്ഷേ പാകിസ്ഥാനുമായി അങ്ങനെ ഒരു ധാരണയിൽ പോകാൻ കഴിയാത്തത് നമ്മുടെ ഒരു ജിയോ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റിൽ പാകിസ്ഥാൻ്റെ ഉത്ഭവവും അതിൻ്റെ നിലനിൽപ്പും രണ്ട് രാഷ്ട്രങ്ങളുടെയും രാഷ്ട്രീയ അസ്തിത്വത്തെ കൂടി ബാധിക്കുന്ന തരത്തിലാണ്. ഇവിടുത്തെ രാഷ്ട്രീയത്തെയും പാകിസ്ഥാനിലെ രാഷ്ട്രീയത്തെയും ഇതിൻ്റെ പാരസ്പരിക ബന്ധവും വെല്ലുവിളികളും ഏറ്റുമുട്ടലും സ്വാധീനിക്കുമെന്നുള്ളത് കൊണ്ടാണ് അതിനെ വേറൊരു തലത്തിൽ നിർത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള രാജ്യങ്ങളോടൊക്കെ ആ ബന്ധങ്ങളെ അതിൻ്റെ ഫ്രെയിംവർക്കിലാണ്, അതിൻ്റെ സ്ക്വയറിലാണ് നിർത്തിപ്പോരുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഖത്തറിൻ്റെ തമീം അൽത്താനിയെ അവിടെ ചെന്ന് സ്വീകരിച്ചത്. അതിൻ്റെ ഏറ്റവും ഹൃദ്യവും ഊഷ്മളവുമായ രാജ്യത്തിൻ്റെ ഒരു വികാരം പ്രകടിപ്പിക്കാനാണ്. അത് കേവലമായ വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്കപ്പുറത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൽ ധനകാര്യ താല്പര്യങ്ങളുണ്ട്, വാണിജ്യ വ്യാപാര ബന്ധങ്ങളുണ്ട്, വ്യക്തിപരമായ പല ബന്ധങ്ങളും അവർക്കിടയിൽ ഉണ്ടാവുകയും ചെയ്യുമായിരിക്കും. അതുകൊണ്ട് അതിനെ നോക്കി കുറേ ആളുകൾ ഇരുവശത്ത് നിന്ന് കൂവിയതുകൊണ്ടോ കൂക്കി വിളിച്ചതുകൊണ്ടോ കാര്യമില്ല. പക്ഷേ എനിക്കതിൽ കൗതുകം തോന്നിയത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മാത്യു സാമുവലിനെ പോലെയുള്ള ഉപജീവന വിദ്വേഷവാദികൾ അവരൊക്കെയും എവിടെങ്കിലും ഇരുന്ന് ഖത്തറിനെ മുക്കിയും ഖത്തറിനെ കടലിലെറിഞ്ഞും ഖത്തറിനെ പിടിച്ച് പൂഴ്ത്തി വെച്ചും ഒക്കെ ആസ്വദിക്കുന്നത് കണ്ട് അതിൻ്റെ താഴെ വന്ന് ഓരിയിടുന്ന വൃത്തികെട്ടവന്മാരെക്കുറിച്ചാണ്. അതുകൊണ്ട് അവർ കുറേ തവണ ആവർത്തിച്ച് ഈ രംഗങ്ങൾ കാണട്ടെ, അത്രമാത്രം.